ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോബൽ സമ്മാന ജേതാക്കളാണ്. 2022 നോബൽ സമ്മാന ജേതാക്കൾ കറണ്ട് അഫയേഴ്സിൽ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS പരീക്ഷ മുതൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇതിൻ്റെ PDF നോട്ടിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പൊതുവേ നോബൽ പ്രൈസ് കൊടുക്കുന്നത് മൊത്തം 6 കാറ്റഗറിക്കാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? സാഹിത്യം, സമാധാനം, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ വൈദ്യശാസ്ത്രം. ഈ 6 മേഖലകളിലാണ് എല്ലാ വർഷവും നോബൽ പ്രൈസ് നൽകുന്നത്. അങ്ങനെ 2022 നോബൽ പ്രൈസ് കൊടുത്തു. അപ്പോൾ ഇവരെ തമ്മിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, തിരിഞ്ഞു പോകും. അപ്പോൾ അതൊന്നും തിരിഞ്ഞു പോവാതെ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യണം. ആ ഒരു രീതിയിലുള്ള കോഡാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. അത് കഴിഞ്ഞിട്ട് കോഡ് വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ വൈദ്യശാസ്ത്ര നോബൽ പ്രൈസ്, അതായത് മെഡിസിന് 2022 നോബൽ പ്രൈസ് കിട്ടിയത് സ്വാൻഡെ പെബുവിനാണ് കിട്ടിയത്. ആർക്കാണ് കിട്ടിയത്? സ്വാൻഡെ പെബുവിനാണ് കിട്ടിയത്. ഇദ്ദേഹം സ്വീഡിഷ് ജനിതശാസ്ത്രജ്ഞനാണ്. ആര്? സ്വാൻഡെ പെബു. അപ്പോൾ മെഡിസിന് അവാർഡ് കിട്ടിയ സ്വാൻഡെ പെബു സ്വീഡിഷ് ജനിത ശാസ്ത്രജ്ഞനാണ്. ഹോമിനിൻസിൽ നിന്ന് ഇപ്പോഴത്തെ മനുഷ്യ വിഭാഗമായ ഹോമോസാപ്പിയൻസ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കണ്ടെത്തിയതിനുള്ള ഗവേഷണത്തിനാണ് പുരസ്കാരം. ഓക്കെ, ആ കണ്ടെത്തിയ ഗവേഷണത്തിനാണ് ഈ പുരസ്കാരം കിട്ടിയത്. അതായത് ഹോമിനിൻസ് എന്ന് വെച്ചാൽ വംശനാശം സംഭവിച്ച ഒരു മനുഷ്യ സമൂഹമാണ് ഹോമിനിൻസ്. ഇത് ആദിമ മനുഷ്യന്റെ ജനിതക ഘടനയും മനുഷ്യന്റെ പരിണാമവുമായിരുന്നു നമ്മുടെ സാൻഡയുടെ പഠന വിഷയം. ജസ്റ്റ് നിങ്ങൾ ആ കാര്യം ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, സ്വാൻഡെ പെബുവിന്, സ്വീഡിഷ് ജനിതശാസ്ത്രജ്ഞനായ സ്വാൻഡെ പെബുവിന് വൈദ്യശാസ്ത്ര നോബൽ പ്രൈസ് നൽകാൻ അല്ലെങ്കിൽ ലഭിക്കാൻ കാരണമായ ഗവേഷണം ഏതാണ്? ആദിമ മനുഷ്യന്റെ ജനിതക ഘടനയും മനുഷ്യന്റെ പരിണാമവും എന്നുള്ള സബ്ജക്റ്റാണ് സ്വാൻഡെ പെബുവിന് ഈ ഒരു അവാർഡ് നേടിക്കൊടുക്കാൻ കാരണമായത്. അതായത് ഹോമിനിൻസിൽ നിന്ന് ഇപ്പോഴത്തെ മനുഷ്യ വിഭാഗമായ ഹോമോസാപ്പിയൻസ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്ന് കണ്ടെത്തിയതിനാണ് ഈ ഒരു ഗവേഷണം ലഭിച്ചത്. അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചത്, നോബൽ പ്രൈസ് 2022 ലഭിച്ചത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കും? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരും അവരുടെ രാജ്യം ഏത് രാജ്യക്കാരാണെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. വൈദ്യശാസ്ത്രത്തിന് 2022 നോബൽ പ്രൈസ് കിട്ടിയ സ്വാൻഡെ പെബു എന്താണ്? സ്വീഡിഷ് ജനിത ശാസ്ത്രജ്ഞനാണ്. അപ്പം ഇത് പഠിക്കാനുള്ള കോഡ് എന്താണ്? ഹോമിയോ മെഡിസിൻ കഴിച്ചു സാൻഡെ പെട്ടെന്ന് പെട്ടുപോയി. സ്വാൻഡെ പെബു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വാൻഡെ പെട്ടുപോയി എന്ന് പറഞ്ഞത്. സ്വാൻഡെ പെബു മെഡിസിൻ ആണ് അവാർഡ് കിട്ടിയത്. ഹോമിയോ മെഡിസിൻ എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഹോമിനിൻസും ഹോമോസാപ്പിയൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിച്ചത്. ആ ഒരു വ്യത്യാസമാണ് അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് മെഡിസിൻ്റെ ഈ പ്രാവശ്യത്തെ നോബൽ പ്രൈസ് സ്വാൻഡെ പെബുവിന് കിട്ടിയത്. ഹോമിയോ മെഡിസിൻ കഴിച്ച് സ്വാൻഡെ പെട്ടുപോയി. സ്വാൻഡെ പെബുവിനെ മറക്കത്തില്ല. പെബു മെഡിസിൻ അവാർഡ് കിട്ടിയത് ഇപ്രാവശ്യം ആർക്കാണ്? സ്വാൻഡെ പെബുവിനാണ്. ഹോമിനിൻസും പിന്നെ ഹോമോസാപ്പിയൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണത്തിനാണ് ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് നമ്മുടെ സ്വാൻഡെ പെബുവിന് കിട്ടിയത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഭൗതിക ശാസ്ത്ര നോബൽ പ്രൈസ് ആണ്. ഓക്കെ, ഭൗതിക ശാസ്ത്ര നോബൽ പ്രൈസ് അഥവാ ഫിസിക്സിൽ ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയത് 3 ആൾക്കാരാണ്. അതിനകത്ത് ഒരാൾ ഫ്രാൻസുകാരനാണ്, ഒരാൾ അമേരിക്കക്കാരനാണ്, ഒരാൾ ഓസ്ട്രേലിയക്കാരനാണ്. ഫ്രാൻസുകാരൻ ആരാണ്? അലൈൻ ആസ്പെക്റ്റ് ആണ് ഫ്രാൻസുകാരൻ. US ജോൺ എഫ് ക്ലാസർ ആണ്. ആൻഡൻ സെയിംഗ്ലർ ആണ് ഓസ്ട്രിയക്കാരനാണ്. ഓക്കെ, ഇവരുടെ സംഭാവന, ഏതിനുള്ള സംഭാവനയ്ക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത്? ക്വാണ്ടം മെക്കാനിക്സിലെ നിർണായക സംഭാവനകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ക്വാണ്ടം മെക്കാനിക്സിലെ നിർണായക സംഭാവനകൾക്കാണ് ആർക്ക് പുരസ്കാരം കിട്ടിയത്? അലൈൻ ആസ്പെക്റ്റ് ഫ്രാൻസുകാരനും US ജോൺ എഫ് ക്ലാസറിനും ആൻഡൻ സെയിംഗ്ലറിനും കിട്ടിയത്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കും? പഠിക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്വാണ്ടം ഇല്ലേ?
ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്ന ക്വാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശത്തിന്റെ ഒരു യൂണിറ്റ് ആണ് ക്വാണ്ടം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്ന ക്വാണ്ടം നമ്മൾ എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന, അല്പം വളഞ്ഞ വഴി ചിന്തിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടുന്ന ക്വാണ്ടം. ഓക്കെ, അപ്പൊ അലൈനും ആന്റണും സെയിം ക്ലാസ്സിൽ ക്വാണ്ടം കൊണ്ടുപോയി എന്ന് ആലോചിച്ചാല് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ഊഹിക്കാം അത് ഭൗതിക ശാസ്ത്രത്തിനുള്ള അവാർഡ് കിട്ടിയതാണ്. ആർക്കൊക്കെയാണ് കിട്ടിയത്? അലൈനും ആന്റണും ആണ് കിട്ടിയത്. സെയിം ക്ലാസ്സിൽ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് എന്തുകൊണ്ടാണ് സെയിം ക്ലാസ്സിൽ എന്ന് പറഞ്ഞത്? സ്ലൈംഗർ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ആന്റൺ സ്ലൈംഗർ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ക്ലാസ്സിൽ എന്നത് ക്ലാസർ ആണ്. ക്ലാസർ, ജോൺ എഫ് ക്ലാസർ. ദെൻ ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ അലൈൻ ആന്റൺ സ്ലൈം ആണ്, ആന്റൺ സ്ലൈംഗർ ആണ്. ദെൻ ക്ലാസ്സിൽ എന്ന് പറയുന്നത് ജോൺ എഫ് ക്ലാസർ ആണ്. ക്വാണ്ടം കൊണ്ടുപോയി. ക്വാണ്ടം മെക്കാനിക്സിലെ നിർണായക സംഭാവനയ്ക്കാണ് 2022 നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അലൈനും ആന്റണും സെയിം ക്ലാസ്സിൽ ക്വാണ്ടം കൊണ്ടുപോയി. അലൈൻ, ആന്റൺ സ്ലൈംഗർ, ദെൻ ക്ലാസർ. ഓക്കെ, ജോൺ എഫ് ക്ലാസർ ആണ് അമേരിക്കക്കാരൻ. അലൈൻ ആസ്പെക്ട് ഫ്രാൻസുകാരനാണ്. പിന്നെ ആന്റൺ സ്ലൈംഗർ ആരാണ്? ഓസ്ട്രേലിയക്കാരനാണ്. ക്വാണ്ടം മെക്കാനിക്സിലാണ് അവാർഡ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഭൗതിക ശാസ്ത്രവും കിട്ടി. സ്വാൻഡേ പെബു ആണ് ഏത് കിട്ടിയത്? മെഡിസിന് കിട്ടിയത്. അലൈൻ ആസ്പെക്ട് ജോൺ എഫ് ക്ലാസർ, ആന്റൺ സ്ലൈംഗറിനാണ് ഭൗതിക ശാസ്ത്ര നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ അലൈനും ആന്റണും സെയിം ക്ലാസ്സിൽ ക്വാണ്ടം കൊണ്ടുപോയി എന്ന് ആലോചിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഉത്തരം കിട്ടും. അപ്പൊ അത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഇപ്രാവശ്യത്തെ ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയവർ ആരൊക്കെ എന്നായിരിക്കും. അപ്പൊ ഈ ഒരു കോഡ് ഓർത്തിരുന്നാൽ മതി. അലൈനും ആന്റണും സെയിം ക്ലാസ്സിൽ ക്വാണ്ടം കൊണ്ടുപോയി എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? ഈ 3 ആൾക്കാരെ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? രസതന്ത്രമാണ്. കെമിസ്ട്രിക്ക് 3 ആൾക്കാർക്കാണ് കിട്ടിയത്. ഇതിനകത്ത് ബാരി ഷാർപ്ലെസ് USA അമേരിക്കക്കാരനാണ്. ബാരി ഷാർപ്ലെസ്, ഈ ബാരി ഷാർപ്ലെസിന് 2 തവണയാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്. അതായത് 2001 കൂടി ബാരി ഷാർപ്ലെസിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കാറ്റലൈസ്ഡ് ഓക്സിഡേഷൻ പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചതിനാണ് അന്ന് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ 2001 ബാരി ഷാർപ്ലെസിന് എന്ത് കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 2 തവണ നോബൽ പ്രൈസ് ലഭിക്കുന്ന 5ാമത്തെ വ്യക്തിയാണ് നമ്മുടെ ബാരി ഷാർപ്ലെസ്. ഈ ബാരി ഷാർപ്ലെസ് അമേരിക്കക്കാരനാണ്. മോർട്ടൻ മെൽഡൻ ഡെൻമാർക്കാരനാണ്. ഡെൻമാർക്ക്. മെൽഡൽ എന്ന് പറയുമ്പോൾ മെഡൽ എന്നൊക്കെ ആലോചിച്ചാൽ മതി. മോർട്ടൻ മെഡൽ. ദെൻ കരോളിൻ ആർ ബെർട്ടോസി അമേരിക്കക്കാരനാണ്. ആര്? കരോളിൻ ആർ ബെർട്ടോസി. 2 അമേരിക്കക്കാർക്കും 1 ഡെൻമാർക്കുകാരനുമാണ് എന്ത് കിട്ടിയത്? ഇപ്രാവശ്യത്തെ കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് കിട്ടിയത്? ക്ലിക്ക് കെമിസ്ട്രിയിലും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയിലുമുള്ള സംഭാവനകൾക്കാണ് പുരസ്കാരം കിട്ടിയത്. ക്ലിക്ക് കെമിസ്ട്രിയിലും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയിലുമുള്ള സംഭാവനയ്ക്കാണ് പുരസ്കാരം കിട്ടിയത്. അപ്പൊ ഇതെങ്ങനെ പഠിക്കും? ഈ രസതന്ത്രം എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ആണ്. കെമിസ്ട്രി നമുക്കൊരു ക്രിസ്മസ് ആക്കിയാലോ? അതായത് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കരോളിൻ ആർ ബെർട്ടോസിയെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞത്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കരോള് ഓർത്തോഗണൽ ഷേപ്പില്. ഓക്കെ, ചാർപ്പായി അല്ല കേട്ടോ, അത് പറഞ്ഞതിന്റെ മിസ്റ്റേക്കാണ്. ഇത് ഷാർപ്പായി എന്നാണ്. ഓക്കെ, ഓർത്തോഗണൽ ഷേപ്പ് അറിയാലോ. ഈ ഓർത്തോഗണൽ ഷേപ്പില് ഷാർപ്പായിട്ട് ക്ലിക്ക് ചെയ്യുന്നവർക്ക് മെഡൽ കൊടുത്തു. ഈ ഒരു കോഡ് പഠിച്ചാല് നമ്മൾ എന്ത് ചെയ്യത്തില്ല? കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരെ മറക്കത്തില്ല. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രി. കരോൾ എന്ന് ഉദ്ദേശിക്കുന്നത് കരോളിൻ ആർ ബെർട്ടോസി. ഓർത്തോഗണൽ ഷേപ്പില്, കാരണം ഓർത്തോഗണൽ കെമിസ്ട്രിക്കും പിന്നെ ഷാർപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാരി ഷാർപ്ലെസിനാണ്. ഈ ബാരി ഷാർപ്ലെസ്. ദെൻ ക്ലിക്ക് ചെയ്യുന്നവർക്ക് ക്ലിക്ക് കെമിസ്ട്രിയിലും എന്ത് കിട്ടി? അവാർഡ് കിട്ടി. മെഡൽ കൊടുത്തു. മെഡൽ എന്ന് പറയുമ്പോൾ ആരാണ്? മോർട്ടൻ മെൽഡൻ ആണ്. മോർട്ടൻ മെൽഡലിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മെഡൽ എന്നുള്ള വേർഡ് നമ്മൾ കോഡിൽ ഉപയോഗിച്ചത്. അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കരോള് ഓർത്തോഗണൽ ഷേപ്പില് ഷാർപ്പായി ക്ലിക്ക് ചെയ്യുന്നവർക്ക് മെഡൽ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കരോളിന് ഓർത്തോഗണൽ ഷേപ്പില് ഷാർപ്പായി ക്ലിക്ക് ചെയ്യുന്നവർക്ക് എന്ത് കൊടുത്തു? മെഡൽ കൊടുത്തു. അപ്പൊ ആ ഒരു കോഡ് പഠിച്ചിരുന്നാല് നമ്മൾ കെമിസ്ട്രിയുടെ അത് മറക്കത്തില്ല. അപ്പൊ ആർക്കൊക്കെയാണ് കിട്ടിയത്? അമേരിക്കക്കാരനായ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കരോൾ ആരാണ്? കരോളിൻ ആർ ബെർട്ടോസി ആണ്. ദെൻ ഓർത്തോഗണൽ കെമിസ്ട്രിയിലും
ക്ലിക്ക് കെമിസ്ട്രിയിലുമാണ് എന്ത് കിട്ടിയത്, ഇപ്രാവശ്യത്തെ അവാർഡ് കിട്ടിയത്, നോബൽ പ്രൈസ് കിട്ടിയത്. ദെൻ അടുത്തത് ആർക്കൊക്കെയാണ് കിട്ടിയത്, ക്രിസ്മസ് കരോളിൻ ആർ ബർട്ടോസി, അമേരിക്കക്കാരൻ. പിന്നെ ഷാർപ്പായി എന്ന് പറഞ്ഞത് ബാരി ഷാർപ്പ്ലെസ്, USA. ദെൻ മെഡൽ ആരാണ്, മോർട്ടൻ മെൽഡൻ, ഡെൻമാർക്കുകാരനാണ് മോർട്ടൻ മെൽഡൻ. ഇവർക്കാണ് എന്ത് കിട്ടിയത്, ഇപ്രാവശ്യത്തെ കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. അടുത്തത് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ആണ്. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആനി അർണോക്സിനാണ്. ഫ്രാൻസുകാരിയാണ് ആനി അർണോക്സ്. ഒരേ ഒരു വനിതയ്ക്ക് മാത്രമേ ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ. അത് സാഹിത്യ നോബൽ പ്രൈസിനാണ്. അത് ഫ്രാൻസുകാരിയാണ് ആനി അർണോക്സ്. അപ്പൊ ആനി അർണോക്സിനാണ് ഇപ്രാവശ്യത്തെ സാഹിത്യ നോബൽ കിട്ടിയത്. ഞാൻ അതിനായിട്ട് കോഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നോബൽ സമ്മാനം കിട്ടിയ ഫ്രഞ്ച് എഴുത്തുകാരിയാണ് ആര്, ആനി അർണോക്സ്. എഴുത്തിന്റെ വിമോചന ശക്തിയിൽ ആനി വിശ്വസിച്ചിരുന്നതായി, അതായത് ലളിതമായ ഭാഷയിൽ എഴുതിയ സാഹിത്യം എന്നാണ് നമ്മുടെ കമ്മിറ്റി വിലയിരുത്തിയിട്ട് എഴുത്തിന്റെ വിമോചന ശക്തിയിൽ ആനി വിശ്വസിച്ചിരുന്നതായി ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ആനി അർണോക്സിന് എന്ത് കൊടുത്തത്, ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് കൊടുത്തത്. ആനി അർണോക്സ് ഫ്രഞ്ചുകാരിയായ എഴുത്തുകാരിയാണ്. ഓക്കെ ആണല്ലോ. സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്, ആനി അർണോക്സിനാണ്. ദെൻ ഇവർക്ക് ഈ ആനി അർണോക്സ് ലിംഗഭേദം, ഭാഷാവർഗം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അസമത്വങ്ങളെ കുറിച്ചിട്ടൊക്കെ അവരുടെ രചനയിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആനി അർണോക്സിന്റെ മിക്കവാറും കൃതികളെല്ലാം ആത്മകഥാപരമാണ്. അതുപോലെ 1974 പ്രസിദ്ധീകരിക്കപ്പെട്ട നോവൽ ക്ലീൻഡ് ഔട്ട് ആണ് ആദ്യത്തെ കൃതി. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, നമ്മുടെ ആനി അർണോക്സിന്റെ ആദ്യത്തെ കൃതി ഏതെന്ന് ചോദിക്കാം. ഏതാണ്, നോവൽ ക്ലീൻഡ് ഔട്ട് ആണ് ആദ്യത്തെ കൃതി. അടുത്തത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ഒരു വ്യക്തിക്കും 2 സംഘടനകൾക്കുമാണ് കിട്ടിയത്. ബെലൂറസിന്റെ മനുഷ്യാവകാശ പ്രവർത്തകനായ അലിസ് ബിയാലിയാട്സ്കിക്കും മനുഷ്യാവകാശ സംഘടനകളായ മെമ്മോറിയൽ, റഷ്യയിലെ മെമ്മോറിയലിനും പിന്നെ യുക്രൈനിലെ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്, ഈ സംഘടനകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇതെങ്ങനെ പഠിക്കും, സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് അലി ഇൻ ലിബർട്ടി മെമ്മോറിയൽ ഫോർ പീസ് എന്ന് പഠിച്ചാൽ മതി. അലി ഇൻ ലിബർട്ടി മെമ്മോറിയൽ ഫോർ പീസ് എന്താണ്, അലി എന്നുദ്ദേശിക്കുന്നത് ബെലാറുസിന്റെ മനുഷ്യാവകാശ പ്രവർത്തകനായ അലിസ് ബിയാലിയാട്സ്കി ആണ്. അലിസ് ബിയാലിയാട്സ്കി. പിന്നെ മനുഷ്യാവകാശ സംഘടനകളായ റഷ്യയിലെ, നിങ്ങൾക്കറിയാം ഇപ്പൊ റഷ്യയിലെ യുക്രൈനുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് മെമ്മോറിയൽ എന്ന് പറയുന്ന റഷ്യയിലെ സംഘടന, സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന യുക്രൈനിലെ സംഘടന, ഈ 3 ആൾക്കാർക്കാണ്, ഒരു വ്യക്തിക്കും 2 സംഘടനകൾക്കുമാണ് ഇപ്രാവശ്യത്തെ 2022 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. അലി എന്ന് ഉദ്ദേശിക്കുന്നത് അലിസ് ബിയാലിയാട്സ്കി. ദെൻ ലിബർട്ടി എന്താണ്, സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. ദെൻ അടുത്തത് മെമ്മോറിയൽ ദെൻ റഷ്യയിലാണ്. പീസിന് അതാണ് കിട്ടിയത്. അപ്പൊ ഇനി നമ്മൾ ഇവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് പഠിച്ചു വെക്കണം. ബെലാറൂസ് മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമാണ് ആര്, അലിസ് ബിയാലിയാട്സ്കി. പിന്നെ അപ്പൊ ബെലാറൂസിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ആര്, അലിസ് ബിയാലിയാട്സ്കി. റഷ്യൻ മനുഷ്യാവകാശ സംഘടനയാണ് മെമ്മോറിയൽ. യുക്രൈനിലെ മനുഷ്യാവകാശ സംഘടനയാണ് സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. 1980-കളില് രാജ്യത്ത് ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ ഒരാളായിരുന്നു ബെലാറൂസിലെ അലിസ് ബിയാലിയാട്സ്കി. ജനാധിപത്യവും സമാധാനപരവുമായ വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി തന്റെ ജീവിതം അദ്ദേഹം ഉഴിഞ്ഞുവെച്ചു. അലിസ് ബിയാലിയാട്സ്കി ഇപ്പോൾ എവിടെയാണുള്ളത്, ജയിലിലാണുള്ളത്. നമ്മുടെ ബെലാറൂസിന്റെ ജയിലിലാണ് ഈ അലിസ് ബിയാലിയാട്സ്കി ഉള്ളത്. റഷ്യയുടെ പിന്തുണയുള്ള ബെലാറൂസിലെ ഇപ്പോഴത്തെ ഭരണകൂടം അദ്ദേഹത്തിന് തുറങ്കിലടച്ചിരിക്കുകയാണ്. നമ്മുടെ സമാധാന നോബൽ പ്രൈസ് അല്ലെങ്കിൽ പീസ് പ്രൈസ് കിട്ടിയ വ്യക്തി ഇപ്പൊ എവിടെയാണ്, അലിസ് ബിയാലിയാട്സ്കി ജയിലിനുള്ളിലാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ 1987 റഷ്യൻ മനുഷ്യാവകാശ സംഘടനയാണ് മെമ്മോറിയൽ സ്ഥാപിക്കപ്പെട്ടത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഏത്, മെമ്മോറിയൽ.
യുക്രൈനിലെ കീവിൽ 2007 സെന്റർ ഫോർ ലിബർട്ടീസ് സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ സമാധാന നോബൽ സമ്മാനം നൽകുന്നത് ഓസ്ലോയാണ്, നോർവേയിലാണത്. ഓക്കെ, അപ്പൊ 2007 സെന്റർ ഫോർ ലിബർട്ടി സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് അലീസ് ബിലിയാഡാസ്കിയും പിന്നെന്താണ് റഷ്യൻ സംഘടനയായ മെമ്മോറിയൽ, അതുപോലെ ലിബർട്ടീസ് സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസിനുമാണ് കിട്ടിയത്. അടുത്തത് സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ആണ്. 3 അമേരിക്കക്കാർക്കാണ് കിട്ടിയത്. ബെന്നസ് ബെർനാങ്കെ, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ഫിലിപ്പ് എച്ച് ഡൗബിഗ്. എങ്ങനെ പഠിക്കും? ബെർനാങ്കെ വാങ്ങിയ ബിഗ് ഡയമണ്ട് പ്രതിസന്ധി കാരണം വിറ്റു. ഈ 3 ആൾക്കാർക്ക് സാമ്പത്തിക നോബൽ പ്രൈസ് ഇപ്രാവശ്യം സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണമാണ്. അതായത് ബാങ്കുകൾ അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തിയതിനാണ് ഈ 3 ആൾക്കാർക്കും ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ഒരു കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ്? ബെർനാങ്കെ വാങ്ങിയ ബിഗ് ഡയമണ്ട് പ്രതിസന്ധി കാരണം വിറ്റു. ബെർനാങ്കെ ആരാണ്? ബെന്നസ് ബെർനാങ്കെ USA കാരനാണ്. ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട് USA കാരനാണ്. ഫിലിപ്പ് എച്ച് ഡൗബിഗ് ഈ 3 ആൾക്കാരാണ്. ഡൗബിഗ് അതാണ് ബിഗ് ഡയമണ്ട് എന്ന് പറഞ്ഞത്, ഡയമണ്ട്. ഈ 3 ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് ബാങ്കുകളുടെയും അവയുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെയും കുറിച്ച് പഠിച്ചു. അപ്പൊ ഈ പഠനത്തിനാണ് ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, ദെൻ ഇത്രയാണ് നമ്മുടെ നോബൽ സമ്മാനമായി ബന്ധപ്പെട്ട് 2022 നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.